നിയമസഭാ തെരഞ്ഞെടുപ്പ് വിലയിരുത്തൽ യോഗങ്ങളിൽ ബി.ജെ.പി. ദേശീയ സംസ്ഥാന നേതൃത്വങ്ങൾക്കെതിരെ രൂക്ഷ വിമർശനവുമായി പ്രാദേശിക നേതാക്കൾ. ഘടകകക്ഷികൾക്ക് വാരിക്കോരി സീറ്റ് നൽകിയതും സർവേ നടത്തി സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചതിലും അവർ കടുത്ത വിയോജിപ്പറിയിച്ചു. ഘടകകക്ഷികളായ ബി.ഡി.ജെ.എസിനും 2020-ക്കും സീറ്റ് നൽകുന്നതിൽ തീരുമാനമെടുത്തത് കേന്ദ്രമാണെന്നാണ് സംസ്ഥാന നേതാക്കൾ നൽകിയ വിശദീകരണം. സർവേകളിലൂടെയാണ് കേന്ദ്രം ഈ തീരുമാനമെടുത്തത്. എന്നാൽ ഇങ്ങനെ സ്ഥാനാർത്ഥികളെ കണ്ടെത്തുന്നത് കേരളത്തിന് യോജിച്ച രീതിയല്ലെന്നും ഓരോ തെരഞ്ഞെടുപ്പിലും കേരളത്തെ കേന്ദ്രം പരീക്ഷണശാലയായി കണക്കാക്കുകയാണെന്നും ചില നേതാക്കൾ വിമർശിച്ചു. ക്രിസ്ത്യൻ ഔട്ട്റീച്ച് നടത്തിയതിന്റെ യാതൊരു ഫലവും തെരഞ്ഞെടുപ്പിൽ ഉണ്ടായില്ലെന്നും പ്രാദേശിക നേതാക്കൾ തുറന്നടിച്ചു. 2020-ക്ക് 19 സീറ്റ് നൽകിയത് സംസ്ഥാന നേതൃത്വത്തിന്റെ വീഴ്ചയാണ്. സംഘപരിവാറിന്റെ ശക്തിയുള്ള മണ്ഡലങ്ങൾ പോലും ഇതുപോലൊരു പാർട്ടിക്ക് നൽകിയതിൽ പ്രാദേശിക നേതാക്കൾ കുറ്റപ്പെടുത്തി. പല മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥിയുണ്ടോ എന്ന് ചോദിച്ച് 2020 നേതാക്കൾ നടക്കുകയായിരുന്നു. നേരത്തെ ബി.ജെ.പി. ഒഴിവാക്കിയ നേതാക്കൾ പോലും 2020 സ്ഥാനാർത്ഥികളായി വന്നു. സ്ഥാനാർത്ഥികളിൽ പലർക്കും രാഷ്ട്രീയ പ്രവർത്തനമോ തെരഞ്ഞെടുപ്പ് പ്രവർത്തനമോ അറിയില്ലായിരുന്നുവെന്നും വിമർശനങ്ങൾ ഉയർന്നു. വോട്ടർ പട്ടികയിൽ പേരുണ്ടോ എന്ന് പോലും പ്രാഥമിക പരിശോധന നടത്തിയില്ല. ഒന്നും അറിയില്ല എന്ന ക്ഷമാപണത്തോടെയാണ് ഘടകകക്ഷി സ്ഥാനാർത്ഥികൾ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസുകളിൽ എത്തിയതെന്നും ബി.ജെ.പി. പ്രാദേശിക നേതാക്കൾ വിമർശിച്ചു. ഘടകകക്ഷികൾക്ക് സീറ്റ് നൽകുന്നത് സംബന്ധിച്ച് തീരുമാനമെടുത്തത് കേന്ദ്ര നേതൃത്വമാണെന്ന വിശദീകരണമാണ് യോഗങ്ങളിൽ പങ്കെടുക്കുന്ന സംസ്ഥാന നേതാക്കൾ നൽകിയത്. സർവേയിലൂടെ സ്ഥാനാർത്ഥികളെ കണ്ടെത്തുന്നത് കേരളത്തിന് യോജിച്ച രീതിയല്ല എന്ന വിമർശനവും ഉയർന്നു. 2020-ക്ക് 19 സീറ്റ് നൽകിയത് സംസ്ഥാന നേതൃത്വത്തിന്റെ വീഴ്ചയാണ്. സംഘപരിവാർ പ്രവർത്തകർ ചോര കൊടുത്ത് പാർട്ടിയെ നിർണായക ശക്തിയാക്കിയ മണ്ഡലങ്ങൾ ആളില്ലാ പാർട്ടികൾക്ക് നൽകി. പ്രവർത്തകരുടെ കരൾ പറിച്ചെടുക്കുന്നതിന് തുല്യമായ നടപടിയായെന്ന വിമർശനവും ഉയർന്നു. അതിനിടെ പാലക്കാട്ടെ വോട്ടിന് പണം ആരോപണം ശോഭാ സുരേന്ദ്രനെയും പാർട്ടി നേതൃത്വത്തെയും ഒരുപോലെ പ്രതിരോധത്തിലാക്കിയെന്ന വാർത്തയും നേരത്തെ പുറത്തു വന്നിരുന്നു. ബി.ജെ.പി. ജയസാധ്യതയുള്ള തങ്ങളുടെ 1ാം ക്ലാസ് മണ്ഡലമായി കാണുന്ന പാലക്കാട് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇത്തരമൊരു ആരോപണം വന്നതിൽ പാർട്ടി നേതൃത്വം കടുത്ത അതൃപ്തിയിലാണെന്നാണ് നേരത്തെ പുറത്തുവന്ന വിവരങ്ങൾ. ആലപ്പുഴയിലെ മഹിളാ നേതാവ് ബിന്ദു ഉദയകുമാറിനെ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയതിനിടെ ശോഭാ സുരേന്ദ്രൻ കെ സോമനെയും പരാമർശിച്ചിരുന്നു. ശോഭയോട് പാർട്ടി നേതൃത്വത്തിന് അതൃപ്തിയുണ്ടെന്നാണ് സൂചന. സ്ഥാനാർത്ഥി നിർണയത്തിലും പ്രചാരണത്തിലും നിലനിന്നിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങളും പാർട്ടിയെ വലയ്ക്കുന്നുണ്ട്. പാലക്കാട്ടെ ബി.ജെ.പി. സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രനെതിരെ സംസ്ഥാന നേതൃത്വത്തിന് നിരവധി പരാതികളാണ് ലഭിച്ചിരുന്നത്. പ്രചാരണ ചുമതലയുള്ള നേതാക്കൾ നിശ്ചയിച്ച പല പരിപാടികളോടും അവർ സഹകരിച്ചിരുന്നില്ല എന്നാണ് പ്രധാന ആക്ഷേപം. തെരഞ്ഞെടുപ്പ് അവലോകനം ചെയ്യുന്നതിനായി നിയോഗിക്കപ്പെട്ട 3-അംഗ സമിതി ഈ മാസം 31-നകം ജില്ലകളിലെ സിറ്റിംഗ് പൂർത്തിയാക്കി സംസ്ഥാന നേതൃത്വത്തിന് അന്തിമ റിപ്പോർട്ടും സമർപ്പിക്കും. അതിനിടെ വനിതാ സംവരണം കോൺഗ്രസും CPM-ഉം അടങ്ങുന്ന ഇന്ത്യ സഖ്യം അട്ടിമറിച്ചെന്ന ആരോപണം ശക്തമാക്കി സംസ്ഥാനത്ത് പ്രചാരണം നടത്താൻ ബി.ജെ.പി. ഒരുങ്ങുന്നു. സാംസ്കാരിക സാമൂഹിക രംഗത്തുള്ള സ്ത്രീകളെ അടക്കം ഇതിന്റെ ഭാഗമാക്കി മാറ്റാനാണ് നിർദ്ദേശം. വനിതാ സംവരണം സാമൂഹിക മുന്നേറ്റത്തിന്റെ ഭാഗമാണെന്ന പൊതുബോധം ശക്തമാണ്. ഇത് സ്ത്രീകളുടെ പ്രതികരണമായി സാമൂഹിക മാധ്യമങ്ങളിലൂടെ ഉയർത്തിക്കൊണ്ടുവരണമെന്നാണ് നിർദ്ദേശം. ഓരോ ജില്ലയിലെയും പ്രമുഖരായ സ്ത്രീകളെ നേരിട്ട് സന്ദർശിച്ച വനിതാ സംവരണത്തിന് അനുകൂലമായ പ്രതികരണമെടുത്ത് സാമൂഹിക മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കണമെന്നാണ് മറ്റൊരു നിർദ്ദേശം. പ്രൊഫഷണലുകൾ, സാംസ്കാരിക പ്രവർത്തകർ തുടങ്ങിയ 300 പേരെങ്കിലുമുള്ള സ്ത്രീകളുടെ സംയുക്ത പ്രസ്താവനയും പുറത്തിറക്കും. വ്യാഴാഴ്ച തിരുവനന്തപുരത്ത് 10,000 സ്ത്രീകൾ പങ്കെടുക്കുന്ന മഹിളാ മുന്നേറ്റ യാത്രയും നടത്തും. ഇതിന് തുടർച്ചയായ 2 ദിവസങ്ങളിൽ ബി.ജെ.പി. സംഘടനാ ജില്ലകൾ കേന്ദ്രീകരിച്ച് യാത്രകൾ നടത്തും. ഓരോ ജില്ലയിലും 2000-ലേറെ സ്ത്രീകളുടെ പങ്കാളിത്തം ഉറപ്പാക്കണമെന്നാണ് നിർദ്ദേശം. 25 മുതലുള്ള 5 ദിവസങ്ങളിൽ മണ്ഡലങ്ങളിൽ മഹിളകളുടെ ജാഥകളും പൊതുയോഗങ്ങളും സംഘടിപ്പിക്കും. പഞ്ചായത്തുകളിൽ പ്രമേയം വനിതാ സംവരണ വിഷയം പ്രാദേശിക തലത്തിൽ ചർച്ചയാക്കും. ബി.ജെ.പിക്ക് 2 അംഗങ്ങളെങ്കിലുമുള്ള തദ്ദേശ സ്ഥാപനങ്ങളിൽ വനിതാ സംവരണ ബിൽ അട്ടിമറിച്ചതിനെതിരെ പ്രമേയവും കൊണ്ടുവരും. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.